പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അല്പസമയം കൂടെ ദൈവവചനം ധ്യാനിപ്പാൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ കുറിവാക്യം നമുക്കൊരു പ്രാവശ്യം കൂടെ ഉച്ചത്തിൽ വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. സ്തോത്രം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇതായിരുന്നു നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ തീം. ആ ഒരു വചനം നമ്മെ ഇതുവരെയും പ്രകാശിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവവചനത്തിന് ദൈവത്തോളം ശക്തി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വചനത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് ദൈവകരത്തിൽ നമ്മെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് 4-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. യഹോവ ഭക്തനെ ദൈവത്തിനു വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുക. സ്തോത്രം. വേർതിരിച്ചതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. വേർതിരിച്ച് നിർത്തിയതിനെല്ലാം എന്തുണ്ട്? ഒരു ലക്ഷ്യം ഉണ്ട്. ആർക്ക്? വേർതിരിച്ചവന് ഒരു ലക്ഷ്യം ഉണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് വേർതിരിക്കപ്പെട്ടവർക്കും എന്ത് വേണം? ബോധ്യം വേണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ഞാൻ മുൻപ് സേവിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇടത്തു നിന്ന്, ആ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വേർതിരിച്ച്, ആമേൻ, ഈ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ എന്തിനാണ് സെപ്പറേറ്റ് ചെയ്തത്? ഇത്, ആമേൻ, വേർതിരിച്ചവന് നമ്മെക്കുറിച്ചൊരു ലക്ഷ്യം ഉണ്ട്. അത് തന്നെ നമ്മളും എന്ത് ചെയ്യണം? ബോധവാന്മാരാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തിനാണ് കർത്താവ് വെളിച്ചത്തെ, ആമേൻ, സൃഷ്ടിച്ചത്? സ്തോത്രം. 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 14-ാമത്തെ വാക്യം. സ്തോത്രം. അടുത്തതും കൂടെ. അടുത്തത്. സ്തോത്രം. മതി. വെളിച്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് വെളിച്ചത്തെക്കുറിച്ചൊരു ലക്ഷ്യം ഉണ്ട്. വെളിച്ചത്തെക്കുറിച്ച് ഒരു ലക്ഷ്യം ഉണ്ട്. ദൈവത്തിൻ്റെ പ്രകാശമായി ശോഭിക്കാൻ കർത്താവ് നിർത്തിയിരിക്കുന്ന ഓരോ ദൈവമക്കളെക്കുറിച്ചും ദൈവത്തിന് എന്തുണ്ട്? ലക്ഷ്യം ഉണ്ട്. പല ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്തത്, രാവും പകലും തമ്മിൽ എന്ത് ചെയ്യണം? നീ വേർപിരിക്കണം. സ്തോത്രം. ഇത് വെളിച്ചത്തിൻ്റെ ഉത്തരവാദിത്തമാണ്.
പകലും രാവും തമ്മിൽ വേർതിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിക്കുന്നവരാണ് ഒരു ദൈവത്തിൻ്റെ പൈതൽ. സ്തോത്രം. ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നാക്കാനുള്ളതല്ല. ഇരുളിനെയും വെളിച്ചത്തെയും കൂടെ ഒന്നാക്കുന്ന ശുശ്രൂഷയല്ല ദൈവമക്കൾക്ക്. പിന്നെ വേർപിരിക്കണം. ഇരുള് ഇരുളായും വെളിച്ചം വെളിച്ചമായും വേർതിരിച്ച് നിർത്തുന്നതാണ് ഒരു വെളിച്ചത്തിൻ്റെ ദൗത്യം. പകലും രാത്രിയും ഒരിക്കലും ഒന്നാകത്തില്ല. അതെന്നും രണ്ടും തന്നെയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എപ്പോഴും തെറ്റേത് ശരിയേത്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് വേർതിരിക്കുന്നവരാണ് ആര്? വെളിച്ചങ്ങൾ, ദൈവത്തിൻ്റെ മക്കൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം തമ്പുരാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ഒരു ലക്ഷ്യം എന്നെ അതിനു വേണ്ടിയാണ് വേർതിരിച്ചത്. ഒരു വെളിച്ചമായി എന്നെ കർത്താവ് ദേശത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എന്നെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇരുളും വെളിച്ചവും തമ്മിൽ ഒന്നിക്കാനല്ല. ആമേൻ. അതിനെന്ത് ചെയ്യാനാ? വേർപിരിക്കാൻ വേണ്ടിയാണ്. അത് എന്നെ പരമേൽപ്പിച്ച ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും കൂടെ വേണം എന്ത് ചെയ്യാൻ? ആ സേവ നമ്മൾ ചെയ്യാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആവർത്തന പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആ ആ ആ സ്തോത്രം. ദൈവം പറഞ്ഞ ഒരു കാര്യം അതുപോലെ ചെയ്യാൻ നീ പഠിക്കണം, നിന്റെ മക്കളെ പഠിപ്പിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതി നീ വെളിച്ചമായി നിൽക്കണമെന്നും ആ വെളിച്ചം ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ എന്ത് ചെയ്യണം? വേർപിരിക്കാൻ നീ ഉയർന്നു നിൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്തോത്രം. ആമേൻ. ഇവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പറഞ്ഞത് ഹോരേബിൽ, ആമേൻ, സ്തോത്രം, നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം നീ എന്ത് ചെയ്യരുത്? നീ മറക്കരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അന്നും നീ ഒരു പുരുഷന്റെയോ ഒരു സ്ത്രീയുടെയോ യാതൊന്നിൻ്റെയോ രൂപമോ സാദൃശ്യമോ എന്ത് ചെയ്തില്ല? നീ കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ജനത്തോട് നീ പറയണം, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ളതോ യാതൊന്നിൻ്റെയും ഒരു വിഗ്രഹം എന്ത് ചെയ്യരുത്? ഉണ്ടാക്കരുത്. സ്തോത്രം. ഉണ്ടാക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവവും വിഗ്രഹവുമായി ഒന്നിച്ച് ചേർക്കരുത്. ഇന്ന് പല സ്ഥലങ്ങളിലും ദൈവത്തെ വിഗ്രഹവുമായിട്ട് എന്ത് ചെയ്തിരിക്കുക? ഒന്നിച്ച് ചേർത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു വെളിച്ചത്തിൻ്റെ പ്രത്യേകത വിഗ്രഹം വേറെ, ദൈവം വേറെ. ഇതിനെ വേർതിരിക്കുന്നതാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത. ഇത് രണ്ടിനെയും കൊണ്ട് എന്ത് ചെയ്യത്തില്ല? ഒന്നിച്ചു കൊണ്ടുപോകത്തില്ല. സ്തോത്രം. ഇങ്ങനെ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ നീ ദൈവത്തെ എന്ത് ചെയ്യണം? ഭയപ്പെടണം, പഠിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇരുളിനോട് നമുക്കൊരിക്കലും കോംപ്രമൈസ് ഇല്ല. ഇരുട്ടിൻ്റെ പ്രവൃത്തികളോട് നമുക്ക് കോംപ്രമൈസ് ഇല്ല. സ്തോത്രം. അവനെപ്പോഴും വരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് രണ്ടും ഒന്നാകാം. പ്രൈസ് ദി ലോർഡ്. ഇരുളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് തമ്മിൽ ഒന്നാകാം. എങ്ങനെയാ ഒന്നാകുന്നത്? നിന്റെ വെളിച്ചം ഒന്ന് അണച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നീ മാറിയാൽ മതി. നിന്റെ ദൈവ സ്നേഹത്തിൽ നിന്ന്, ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന ഇടത്ത് നിന്ന് നീ ഒന്ന് വ്യതിചലിച്ചാൽ മതി. നമുക്ക് തമ്മിൽ ഒന്നിച്ചു പോകാം.
പ്രൈസ് ദി ലോർഡ്. ഈ കോംപ്രമൈസിന് വേണ്ടിയാണ് ഉപവാസ പ്രാർത്ഥനാ ദിവസത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ അന്ധകാരത്തിൻ്റെ ശക്തി അടുത്തു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കാൻ നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നീ ഒന്ന് എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഈ കാണുന്നൊക്കെ ഞാൻ നിനക്ക് തരാം. എത്ര നല്ല കോംപ്രമൈസ് ആണെന്ന് നോക്കിക്കേ. നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാ പിന്നെ ഈ പിശാച് ഒന്ന് പറയണ്ടേ, ഞാൻ നിന്നെ ഒന്ന് നമസ്കരിക്കാം, നമുക്ക് തമ്മിലൊന്നായി പോകാൻ പറയുമോ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ഇരുള് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇരുള് വേണ്ട. എന്തിനാ ഈ ഫൈറ്റിങ്? അതുകൊണ്ട് വെളിച്ചമായി തന്നെ നമുക്ക് പോകാം. അതുകൊണ്ട് ഞാൻ നിന്നെ വീണ് നമസ്കരിക്കാൻ പോകുവാണ്. ഇത് പിശാച് പറഞ്ഞോ? ഒരിക്കലും പിശാച് പറയത്തില്ല. പിശാച് നിന്റെ കൂടെ വരാന്ന് പറയത്തില്ല, നീ അവൻ്റെ കൂടെ ചെല്ലണം. ആമേൻ, സ്തോത്രം. എൻ്റെ ഇരുളി ഞാൻ മാറ്റാമെന്ന് പിശാച് പറയത്തില്ല. പിശാച് എപ്പോഴും പറയുന്നത്, നിന്റെ വെളിച്ചം നീ കെടുത്തിയിട്ട് എന്നെ പോലെയാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ ഒരു അവകാശവാദഗതികൾ നിന്നോടും നിന്റെ കുടുംബത്തോടും ഉണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ അതിനെ നീ ഇന്ന് പകൽക്കാലം വെട്ടിക്കളയണം. ഹല്ലേലൂയ. ദുഷ്ടനായ പിശാചിനോട് ഈ 14-ാമത്തെ ദിവസം നീ വിളിച്ചു പറയണം, പിശാചേ, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദൈവത്തിൻ്റെ പ്രകാശമായി കർത്താവ് നിർത്തിയിരിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ സേവിക്കത്തില്ല. ഞാൻ നിന്നെ വേർപിരിക്കത്തക്ക നിലയിൽ ഞാനൊരു വെളിച്ചമായി നിലകൊള്ളും. ഒന്നാകാനല്ല, ഞാൻ നിന്നെ വേർപിരിക്കാനാ നിൽക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് ഭയപ്പെടുകയാണ്, എൻ്റെ ദൈവത്തെ ഭയപ്പെടുകയാണ്. പിശാച് എത്ര പ്രാവശ്യം നമ്മോട് വന്നിട്ടുണ്ട്, നമുക്ക് തമ്മിൽ ഒന്നിച്ചങ്ങ് പോകാമെന്ന്, നമുക്ക് തമ്മിൽ ഒന്നിച്ചു പോകാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതീവ തീവ്രയജ്ഞം പ്രതിജ്ഞയൊന്നും നീ എടുക്കണ്ട, നമുക്ക് തമ്മിൽ ഒന്നിച്ചങ്ങ് പോകാം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പള്ളിക്കാരുടെ കൂടെ പഴയ ആരാധന സ്ഥലത്തേക്ക്, ആ പഴയ വിശ്വാസത്തിലേക്ക്, പഴയ പാപാനുഭവത്തിലേക്ക് നമുക്കങ്ങ് ഒന്നിച്ചു പോകാം. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞത് നിന്റെ വെളിച്ചം കെടുത്താൻ വേണ്ടിയായിരുന്നു. അന്നെടുത്ത തീരുമാനമാ, ഞാൻ ദൈവത്തെ ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ ഭയപ്പെടും. കർത്താവിനെ വെളിച്ചമായി നിർത്തിയിരിക്കുന്നെങ്കിൽ പിശാചേ, ഞാൻ വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിക്കത്തക്കവണ്ണം ഞാൻ ഉയർന്നു നിന്ന് ഞാൻ കത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2024 അവസാന മാസം, ഹല്ലേലൂയ, ഒരു പുതുവർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ന് പലക്കാലം പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാൻ പറ്റും, പിശാചേ, ഞാൻ നിന്റെ മേൽ ജയമെടുക്കുകയാണ്, ജയമെടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ദൈവമക്കൾ ട്രെയിൻ ചെയ്യിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ട്രെയിൻ ചെയ്യണം, പഠിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മൾ ഇരുളാകാൻ നിൽക്കാൻ കാരണം? ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു. എന്നെ അങ്ങനെ നിർത്തിയിരിക്കുന്ന, ഒരു വെളിച്ചമാക്കി നിർത്തിയിരിക്കുന്ന ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു. ആ ഭയം കൊണ്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കേട്ടോ, ഒരു ദൈവഭയം. പ്രൈസ് ദി ലോർഡ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മേലുദ്യോഗസ്ഥന്മാരെ ഒരു ബഹുമാനമില്ലേ? ഇല്ലേ? ആ, ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മളെ ഈ ദൗത്യം ഏൽപ്പിച്ച ദൈവത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടാൻ. ഞാൻ ഭയപ്പെട്ടാൽ പോരാ, എൻ്റെ മക്കളെ എന്ത് ചെയ്യണം? ഭയപ്പെടാൻ പഠിപ്പിക്കണം.
മക്കളൊക്കെ ശ്രദ്ധിച്ച്, നിങ്ങളെ ഭയപ്പെടാൻ പഠിപ്പിക്കണമെന്ന്. എന്നാ പഠിപ്പിക്കാൻ കാരണം? അവർക്ക് അറിയത്തില്ല. ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കണം മക്കളെ. അത് ചുമ്മാ കിട്ടുന്ന കാര്യമല്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മാനുഷികമായ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ നമ്മളെ ഭയപ്പെടാൻ പഠിപ്പിച്ചിട്ടില്ലേ? സ്തോത്രം, പഠിപ്പിച്ചിട്ടില്ലേ? ആ പേടിയാണ് ഇന്നും നമുക്കുള്ളത്. സ്തോത്രം. ഈ മുട്ടയിലെഴയുന്ന സമയമാണ് കൊച്ചുങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ട് മാതാപിതാക്കൾക്ക്. മുട്ടയിലെഴയുന്ന സമയം. മലക്ക് അടക്കെ കിടക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ കടന്നോളും. വിശക്കുമ്പം പാല് കൊടുത്താൽ മാത്രം മതി. ഈ മുട്ടയിൽ എഴയുന്ന സമയമാകുമ്പോഴേക്ക് ഇതൊരു പഴുതാര എഴഞ്ഞു പോയാൽ ആ കൊച്ചെന്ത് ചെയ്യും? അതിനെ ചെന്ന് പിടിക്കും. പിടിച്ചിട്ട് ഉടനെ എന്ത് ചെയ്യും? ഉടനെ വായിക്കൊണ്ടുവരും. പഴുതാര. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക. അത് നീന്തി വലിഞ്ഞ് എന്ത് ചെയ്യും? ആ കത്തുന്ന ആ തീയ കയറി എന്ത് ചെയ്യും? അത് പിടിച്ചു. അത് പിടിക്കാൻ വേണ്ടി പോകുക. അന്നേരമൊക്കെ നമ്മൾ തന്നെ ചെയ്യും. ഈ കൊച്ചിൻ്റെ ഭയം ഉണ്ടാകാൻ വേണ്ടി ഒരു പഴുതാര കാണുമ്പോഴേക്കും നമ്മൾ എന്ത് പറയും? യോ, തൊടല്ലേ തൊടല്ലേ തൊടല്ലേ. കൊച്ചിനെ എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഭയം കൊടുക്കും. അത് മോനെ പിടിച്ചോ എന്ന് പറയുമോ? ഒരിക്കലുമില്ല. അങ്ങനെ അത് തുടരുത്, ഇത് പിടിക്കരുത്, അത് കാണരുത് എന്നൊരു ഭയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ കൊടുത്താണ് അവരെ പഠിപ്പിക്കുന്നത്. സ്തോത്രം അല്ലേ? സന്ധ്യയാകുമ്പോഴേക്ക് കൊച്ചുങ്ങൾ കരയും. കരയുമ്പോഴേക്ക് കരച്ചിൽ മാറ്റാൻ പറഞ്ഞേ എമ്പോക്കി വരുന്നത് എനിക്ക് ഇന്ന് വരെ അറിയത്തില്ല എന്നാ സാധനം എന്ന്. നിങ്ങൾക്കറിയാമോ സാധനം എന്നാന്ന്? പക്ഷെ കൊച്ചുങ്ങൾ എന്ത് ചെയ്യത്തില്ല? പുറത്തിറങ്ങത്തില്ല. ഇരുട്ടായ പിന്നെ കൊച്ചുങ്ങൾ പുറത്തിറങ്ങത്തില്ല. കേൾക്കുമ്പോഴേക്ക് കൊച്ചുങ്ങൾക്ക് എന്താ? ഒരു പേടിയാ. എമ്പോക്കി. നിങ്ങൾ എന്നൊക്കെയാ പറയുന്നത്? ഞാനത് കേട്ടിട്ടുള്ളതാ. എമ്പോക്കി വരുന്നെന്ന്. അതിൻ്റെ രൂപം എന്നാന്ന് എനിക്കറിയത്തില്ല. എവിടെയാണെന്നറിയത്തില്ല. ആളാണോ ആത്മാവാണോ ജീവിയാണോ ഒന്നും അറിയത്തില്ല. എന്താ കാരണം? ഭയപ്പെടാൻ പഠിപ്പിക്കുക. ഭയപ്പെടാൻ പഠിപ്പിക്കുക. ഇതുപോലെ സ്വർഗസ്ഥനായ ദൈവത്തെ ഭയപ്പെടാൻ പഠിപ്പിക്കണം. മക്കളെ പഠിപ്പിക്കണം. ഞാൻ ദൈവത്തെ ഭയപ്പെടാൻ പഠിച്ചെങ്കിൽ എൻ്റെ മക്കളെയും ഞാൻ എന്ത് ചെയ്യണം? ഞാനത് പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. മോനെ മോളെ, നിന്നെ കർത്താവ് പ്രകാശമാക്കി നിർത്തിയിരിക്കുകയാ. ഇരുളും വെളിച്ചവും തമ്മിൽ കൂട്ടുകെട്ടാക്കി ഒന്നിച്ചു പോകാനല്ല നിന്നെ നിർത്തിയിരിക്കുന്നത്. നീ വെളിച്ചമായി നിന്ന് വെളിച്ചം ഇതാണെന്നും ഇരുൾ ഇതാണെന്നും വെളിപ്പെടുത്താൻ എൻ്റെ കർത്താവ് നിന്നെ നിർത്തിയിരിക്കുകയാ. ആ ദൈവത്തോട് ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ദൈവസന്നിധി ഒരു ഭയം, ഒരു ദൈവ ഭയം തന്റെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ആമേൻ. ലേവ്യ പുസ്തകം 10-ാം അധ്യായം എടുത്ത്. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആ ആ ആ ആ ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വകതിരിക്കണം. ഇതിനാ വെളിച്ചത്തെ നിർത്തിയിരിക്കുന്നത്. ഇത് വെളിച്ചത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ശുദ്ധമേതാണ്, അശുദ്ധമേതാണ്, മലിനമേതാണ്, നിർമ്മലമേതാണ്. ആമേ. ഇതിനെ വേർതിരിക്കുന്നവരാണ് ആര്? വെളിച്ചം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. വെളിച്ചമില്ലാത്ത ഒരു രാത്രി നിങ്ങൾ നടന്നു പോയാൽ ചാണകത്തിൽ ചവിട്ടും. വെളിച്ചമുണ്ടെങ്കിലോ ഒരു ചെളിക്കകത്ത് നിങ്ങൾ വീഴത്തില്ല. അത് കാണിച്ചു തരും, കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ വഴികളിൽ ഒത്തിരി ശത്രുവിൻ്റെ കെണികളും പദ്ധതികളും ഉണ്ട്.
എന്നാൽ നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമെങ്കിൽ നീ ഒരു വെളിച്ചമായി നിന്നെങ്കിൽ മാത്രമേ വഴി നിനക്ക് പ്രകാശിച്ച് കിട്ടത്തുള്ളൂ. നിർമ്മലവും മലിനവും തമ്മിൽ വകഭേദം കാണിക്കണം, അതിനെ തിരിച്ചു കാണിക്കണം. അതാണ് വെളിച്ചത്തിന്റെ ദൗത്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അത് ഇരുളിനെ കൊണ്ട് സാധ്യമല്ല, അത് വെളിച്ചത്തെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, ഹല്ലേലൂയ, 22-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആ ആ ആ ആ കണ്ടോ, വേർതിരിക്കാൻ നിർത്തിയവർ കോംപ്രമൈസിൽ ഏർപ്പെട്ടു. നമുക്ക് ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. ഹല്ലേലൂയ. യെഹെസ്കേൽ 22-ന്റെ 26-ാമത്തെ വാക്യമാണ് വായിച്ചത്. ആ ആ ദ്രോഹം ചെയ്ത് എന്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും വേർതിരിക്കുന്നില്ല. ആ കണ്ടോ, കാണിച്ചു കൊടുക്കുന്നില്ല. ആ മതി, സ്തോത്രം. ഉണ്ടോ, വേർതിരിക്കാൻ നിർത്തിയവർ വേർതിരിക്കുന്നില്ലെന്ന്. അതാണ് ലോകം ഇരുളിലേക്ക് മാറാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. മാതാപിതാക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കാൻ നിങ്ങളെ കർത്താവ് ഒരു വെളിച്ചമാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ശക്തിയോടെ നിന്നോണം. നിങ്ങളുടെ തലമുറകൾ തെറ്റിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഉറച്ചു നിന്നോണം. ആമേൻ. അതുപോലെ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ശുദ്ധമേതാണ്, അശുദ്ധമേതാണ്, നിർമ്മലമേതാണ്, മലിനമേതാണെന്ന് വകതിരിച്ച് കാണിക്കാൻ കർത്താവ് എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിശ്വസ്തത കാണിക്കാതെ ആ ലക്ഷ്യത്തിൽ മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ സഹായിക്കണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുരോഹിതന്മാരെ കാണിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം തെളിവായി കത്തുന്നില്ലെങ്കിൽ എന്നാ പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ചില സമയത്ത് ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ഫീസ് അങ്ങ് പോകും. ചിലപ്പം ഫീസ് പോകത്തില്ല, ലൈറ്റ് ചെറുതായിട്ട് കത്തും, ഫിലമെന്റ് മാത്രം കത്തുന്ന കണ്ടിട്ടില്ലേ? സ്തോത്രം. പക്ഷെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതും ഓണാക്കിയിട്ട് മെഴുകുതിരി കത്തിച്ച് വെക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശരിക്ക് പ്രകാശിച്ച് കത്തണം. ആ പ്രകാശത്തിൽ തെറ്റേതാ ശരി ഏതാന്ന് വ്യക്തമായി വെളിപ്പെടണം. പ്രകാശം എപ്പോഴും സൈലന്റ് ആകട്ടോ. ഞാൻ കത്തുന്നുണ്ട്, ഞാൻ പ്രകാശിക്കുന്നുണ്ട്, എല്ലാവരും നോക്കിക്കോ ഒന്ന് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. ഒരു പ്രകാശവും ശബ്ദമുണ്ടാക്കുന്നില്ല. പ്രകാശം എപ്പോഴും സൈലന്റ് ആണ്. അതിന്റെ ഫലം എന്താ? മറ്റുള്ളവരെ സത്യത്തിലൂടെ നടത്തുന്നു. ഹല്ലേലൂയ, ആമേൻ. അത് അനേകർ കാണുന്നു. നീ ഒത്തിരി ഒച്ച വെക്കേണ്ട കാര്യമില്ല. ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒന്നും നീ പറയണ്ട. നീ വിശ്വസ്തയോടുകൂടെ തെളിഞ്ഞു നിന്നാൽ മതി. ഹല്ലേലൂയ. ദൈവം ആക്കിയിരിക്കുന്ന ദേശത്ത് നീ സത്യത്തിന് വേണ്ടി നിന്നാ മതി. എന്റെ ദൈവം തമ്പുരാൻ നിന്റെ പ്രകാശത്തിലൂടെ ജനത്തോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വിശ്വാസിയാരാ അവിശ്വാസിയാരാ? ഇത് തെളിയിക്കേണ്ടത് പ്രകാശമാണ്. സ്തോത്രം. ഇത് വിശ്വാസി, ഇത് അവിശ്വാസി. പ്രൈസ് ദി ലോർഡ്. ലൈറ്റ് ഇട്ടാ മതി.
നീ വെളിച്ചം പ്രകാശിച്ചാൽ മതി. ഇത് വേർപെടുത്തണം. ഇത് രണ്ടും ഒന്നിച്ചു പോകരുത് കേട്ടോ. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഒന്നിച്ചു പോകരുത്, കോംപ്രമൈസിലേക്ക് വരരുത്. ആമേ. ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. ആമേ. 2 കൊരിന്ത്യർ ലേഖനം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങൾ അവിശ്വാസികളോട്, ആരാ? വിശ്വാസി. സ്തോത്രം. വിശ്വാസി, വെളിച്ചം, ഇരുളിനോട് ഇണയില്ല പണ കൂടരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് പറയാ, ഞങ്ങളുടെ വാ നിങ്ങളോട് തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങുന്നത്. സ്തോത്രം. ഒട്ടും മറച്ചു വയ്ക്കാതെ പറയുകയാണ്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പണ കൂടരുത്. സ്തോത്രം. എവിടെയെങ്കിലും ഫോൺ നമ്പർ കൊടുത്തോ ചാറ്റിങ്ങോ വല്ലതും ഉണ്ടെങ്കിൽ ഈ വചനത്തിന് മുമ്പിൽ കട്ട് ചെയ്ത് കളഞ്ഞോണം. കൂടരുത്. ആ ബന്ധം നമുക്ക് പറ്റുന്നതല്ല. സ്തോത്രം. ആമേ. ചിലപ്പം ഉള്ളിൽ ഒരാൾ വന്ന് പറയും, നിനക്ക് ഒരാത്മാവിനെ നേടാൻ പറ്റിയ സമയമാണ് കേട്ടോ. നിനക്കൊരാത്മാവിനെ, നീ അങ്ങോട്ടല്ലല്ലോ പോകുന്നത്, നിനക്ക് ഇങ്ങോട്ട് പിടിക്കാൻ പോകുക. സ്തോത്രം. നീ കഷായിക്കും, അത് നിനക്ക് വലിയൊരു കെണിയായി മാറും. സ്തോത്രം. ഒരിക്കലും വെളിച്ചം ഇരുളിനോട് ആമേ ബന്ധത്തിന് പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇണയില്ല പിണക്കൂടരുത്. ആമേ. പ്രത്യേകിച്ചും വിവാഹ സമയത്ത് ഈ വെളിച്ചം ഉയർന്നു നിൽക്കണം കേട്ടോ. ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഇരുട്ടിൽ കടന്ന് കിട്ടിയതിനെ എന്ത് ചെയ്യരുത്? തപ്പിപ്പിടിക്കരുത്. അടുത്തതോ, നീതിയും അധർമ്മവും തമ്മിൽ വ്യത്യാസം കാണിക്കണം, വേർതിരിച്ച് കാണിക്കണം. ഇതാ വെളിച്ചത്തിന്റെ പ്രത്യേകത. നീതിയും അധർമ്മവും തമ്മിൽ വേർതിരിക്കണം. അടുത്തത്, വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിക്കണം. ക്രിസ്തുവിനെയും കൃഷ്ണനെയും തമ്മിൽ ഒന്നച്ചാക്കരുത്. കർത്താവിനെ ആരാധിച്ചിട്ടേ അപ്പുറത്തെ എന്നിട്ട് നേർച്ചയിടല്ലെന്ന് പോകുന്ന വഴിക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവാരാ, ബിലയാമാരാ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ക്രിസ്തുവാരാ, പൈശാചിക ശക്തി ഏതാ? സ്തോത്രം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നിനക്ക് എന്തുണ്ടാകണം? നല്ലൊരു അറിവുണ്ടാകണം ദൈവത്തിന്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ ഒരു പൊരുത്തമില്ല. സ്തോത്രം. സത്യ ആരാധനയും അന്യ ആരാധനയും തമ്മിൽ വ്യത്യാസം വെളിപ്പെടുത്തണം. ഇതിനാ കർത്താവിനെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഥാർത്ഥ ആരാധന സ്ഥലം എവിടെയാ? ബോർഡ് കാണുന്നേക്കാൾ വലുത് പ്രകാശം കാണുന്ന ജനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഭൂമിയിൽ ജനിച്ചു. വിദ്വാൻമാർക്ക് ദൈവം എന്നതാ കൊടുത്തേ? ഒരു പ്രകാശമാണ് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രകാശം. ആ പ്രകാശം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ആ നക്ഷത്രം വളരെ സൈലന്റ് ആണ്. പക്ഷെ ആ പ്രകാശം കണ്ടവരെന്ത് ചെയ്തു? കൃത്യം കർത്താവിനടുക്ക് വന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ കാട്ടുപ്രാക്കൾ സംഘം ഒന്നായി ദൈവസഭയിലേക്ക് ചേക്കേറാൻ പോകുകയാ. അതിന് ദൈവാത്മാവ് നിന്നെ ഒരു പ്രകാശമാക്കി നിർത്തും. നിന്റെ കൂടെ ഹല്ലേലൂയ. അവൻ നീ വഴി കാണിച്ച് അവൻ ഈ ചർച്ചിലേക്ക് ആയിരങ്ങളെ ദൈവാത്മാവ് നടത്തും. യേശുവിന്റെ നാമത്തിൽ അടുത്ത വാക്യം കൂടെ വായിച്ചേ. ദേവാലയവും വിഗ്രഹവും വേർതിരിക്കണം. ഇതെല്ലാം ഇന്ന് കൂടി കലർന്നിരിക്കുക.
ദേവാലയവും ദൈവത്തെ ആരാധിക്കുന്ന ആലയവും വിഗ്രഹവും തമ്മിൽ വേർതിരിക്കണം. അതിനാ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വേദഭാഗം കൊണ്ടൊന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം, 34-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 12-ാമത്തെ വാക്യം. കേട്ടോ, നീ ചെല്ലുന്ന ദേശത്തുള്ള നിവാസികളോട് ഒരു ഉടമ്പടിയും ചെയ്യാതിരിപ്പാൻ നോക്കിക്കൊള്ളുക. സ്തോത്രം. അപ്പം ചെല്ലുന്നിടത്തൊക്കെ നീ എന്ത് ചെയ്യരുത്? ഉടമ്പടി ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇവിടുത്തെ ആരാധന കഴിഞ്ഞേ അങ്ങോട്ട് പോകുമ്പോൾ കൃപാസനത്ത് കയറി അവിടെ ഒരു ഉടമ്പടി ചെയ്യരുത്. അവിടെ ഉടമ്പടിയുടെ ബഹളവാ. സ്തോത്രം. വേർതിരിച്ചോണം കേട്ടോ, വേർതിരിച്ചോണം. നീ ചെല്ലുന്ന ദേശത്ത് നീ ഒരു വെളിച്ചമായി നിൽക്കണം. അവരോട് എന്ത് ചെയ്യരുത്? ഉടമ്പടി ചെയ്യരുത്. സ്തോത്രം. ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന ദേശത്ത് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അതാണ് വെളിച്ചത്തിൻ്റെ ലക്ഷ്യം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. 15-ഉം 16-ഉം വാക്യം വായിച്ചേ. 34-ന്റെ 15-ഉം 16. ആ ആ ആ ആ ആ ആ ആ സ്തോത്രം. ആദ്യം നിന്നെ ഉടമ്പടി ചെയ്യിപ്പിക്കും, അതിനുശേഷം നിന്നെ തിന്നാനും കുടിക്കാനും വിളിക്കും, അതിനുശേഷം പിന്നെ നിന്റെ പുത്രനെയോ പുത്രിയോ ചോദിക്കും. സ്തോത്രം. വഴിയിൽ വെച്ച് കണ്ട് സംസാരിക്കുന്ന ബന്ധമാണോ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ച് കഴിയുമ്പോഴുള്ള ബന്ധം? ഇച്ചിരിയും കൂടെ ബന്ധം കൂടും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ. സ്തോത്രം. ആ ബന്ധം പിന്നെ എന്ത് ചെയ്യത്തില്ല? ഉപേക്ഷിക്കത്തില്ല. ഒരു ദിവസം പെണ്ണ് കാണാൻ ആൾക്കാർ വന്നു, ആദ്യമായിട്ട് വന്നതാ. സ്തോത്രം. അവർ ആഹാരമൊന്നും കഴിച്ചില്ല. ആഹാരം കഴിച്ചാൽ പിന്നെ എന്തെയാ? ആ ബന്ധം ഉറയ്ക്കുക. സ്തോത്രം. ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാൽ ആ കുടുംബമായിട്ടൊരു ബന്ധത്തിലേക്ക് വരിക. ഇങ്ങനെ നീ അവരുടെ ബലി തിന്നാനും നേർച്ച തിന്നാനും പോയാൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, രണ്ടാമത് ബന്ധം പറഞ്ഞ് വരും നിന്റെ മോളെ ഇങ്ങ് തരണമെന്ന്. ഇത് മാനുഷിക വാക്കല്ല ഞാൻ പറയുന്നത്, അന്ധകാര ഇരുട്ടുമായുള്ള ബന്ധത്തിന് കാര്യം പറയുന്നത്. ഇരുട്ടുമായുള്ള ബന്ധമാണ് ഞാൻ ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിൻ്റെ അന്ധകാര ശക്തിയുടെ സാത്താന്യമായിരിക്കുന്ന ബലികൾ, ആരാധനകൾ, അതിൻ്റെ പ്രസാദം, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ സേവ, അമ്മേ, നീ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ബന്ധം സ്ഥാപിക്കും. കോംപ്രമൈസായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നത് ഒരപ്പവുമായിട്ടാണ് വന്നേ. ഈ കല്ല് അപ്പമാക്കി ഭക്ഷിക്കേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പിശാച് കർത്താവിനോട് പറഞ്ഞത്, നല്ല ഒരു ഭക്ഷണം കഴിക്കേ. സ്തോത്രം. ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞാൽ അത് അപ്പമായി നിനക്ക് എന്ത് ചെയ്യാം? നിനക്ക് കഴിക്കാം. ആരാ അപ്പം തന്നത്? പിശാച്. ബന്ധം സ്ഥാപിക്കുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ അപ്പം തിന്നാൽ ഉടനെ അടുത്തത് നമ്മളൊരു താങ്ക്സാ പറയുന്നല്ലേ.
അല്ലേ? അപ്പം തിന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ മാറാൻ പറ്റത്തില്ല. താങ്ക്സ് എന്ന് പറഞ്ഞാൽ സ്തോത്രം. അതാണ് അവൻ പറഞ്ഞത്, ഇനി എന്നെ വീണെന്ത് ചെയ്യണം? ഒന്ന് നമസ്കരിക്കണം. അപ്പം തിന്നാത്തവന് നമസ്കരിക്കാൻ പറയുമ്പം വിറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം തിന്നു പോയിട്ടുണ്ടെങ്കിൽ നിനക്കൊഴിഞ്ഞു മാറാൻ പ്രയാസമാ. പ്രൈസല്ലോ. അവനുമായൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊഴിഞ്ഞു മാറാൻ പ്രയാസമാ. ഇന്ന് വലുക്കാലം അവന്റെ തന്ത്രം മനസ്സിലായിക്കോണം. അവന്റെ ശക്തി ഒറ്റയൊന്നേ ഉള്ളൂ, നീ ഇരുളായി മാറണം. പ്രൈസല്ലോ. നീ ഇരുളായി മാറണം, നീ എന്നെ പോലെ ആയി മാറണം. ഇത് പിശാചിന്റെ അജണ്ടയാ. ആകയാൽ ഇന്ന് പകൽക്കാലം അപ്പം കൊടുത്തും ഹല്ലേലൂയ ബന്ധം സ്ഥാപിച്ചും നിന്റെ ഇരുളിനെ, നിന്റെ വെളിച്ചത്തെ ഇരുളാക്കാൻ ശ്രമിക്കുന്ന ആ ദുഷ്ടശക്തിയെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വെട്ടിക്കള. യെസ്, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം എടുത്ത്, ലേവ്യ പുസ്തകം 18-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 1 മുതൽ 3 വരെ വായിച്ച്. ആ ആ ആ നടക്കരുത്, അരുത്, അവരുടെ മര്യാദ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആചരിക്കരുത്. മിസ്രൈമിൽ 430 വർഷത്തെ പരിചയം നിങ്ങൾക്കുണ്ട്. അതിനെ ഉപേക്ഷിക്കണം. ദൈവസഭയിലേക്ക് വരുമ്പോൾ മുൻപ് ജീവിച്ചു കൊണ്ടിരുന്ന ആ സ്വഭാവങ്ങളെല്ലാം എന്ത് ചെയ്യണം? മാറ്റണം. ഇനി നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശമുണ്ടല്ലോ, അത് 7 ജാതീയ ശക്തിയുള്ള ദേശമാണ്. അവിടുത്തെ മര്യാദ നിങ്ങൾ എന്ത് ചെയ്യരുത്? പാലിക്കരുത്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നോണം. ഇടയ്ക്ക് നിന്നോണം. 430 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, മരുഭൂമിയിലെ 40 വർഷത്തെ എക്സ്പീരിയൻസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 40 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കണം നീ ചെല്ലുന്ന ദേശത്ത് നീ വെളിപ്പെടുത്തേണ്ടത്. സ്തോത്രം. കാരണം അവിടെ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ മഹത്വവും അവൻ നിന്നെ കാണിച്ച് അവൻ നിന്നെ പരിപാലിച്ച വിധങ്ങളെ നീ ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 19-ാം അധ്യായം ലേവ്യ പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ വാക്യം. ആ നോക്കണം. ഈ വെളിച്ചമേ ആക്കിയിരിക്കുന്ന ദേശത്ത് പ്രൈസ് ദി ലോർഡ് സ്തോത്രം നല്ലതുപോലെ ശോഭിച്ച് കത്തണം. പ്രൈസ് ദി ലോർഡ്. ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിക്കുമ്പോൾ നീ ഏഷണി പറഞ്ഞെന്ത് ചെയ്യരുത്? നടക്കരുത്. സ്തോത്രം. വെളിച്ചം ഒരിക്കലും ഏഷണി പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിച്ചം എന്നും വെളിച്ചം തന്നെയായിരിക്കണം. അടുത്തത്, നിഷ്കർഷിക്കരുത്. ആ സഹോദരൻ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. വെളിച്ചത്തോട് പറയുന്ന കാര്യമാണ്. സ്തോത്രം. എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അതിനെ വേർതിരിച്ചു മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ദേഷിക്കരുത്. പിന്നെ കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിക്കാൻ ശാസിച്ചോണം കേട്ടോ. തോളെ കൈയിടരുത്. കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിക്കാൻ. ഒരു ചെറിയ ജലദോഷം വന്നാൽ നമ്മൾ മാറിയിരിക്കത്തില്ലേ? കോവിഡിന് ശേഷം അല്ലേ? കോവിഡാണ് നമ്മളത് പഠിപ്പിച്ചത്. ചെറിയ ഒരു ജലദോഷം വന്നാൽ മാറിയിരിക്കും. സ്തോത്രം. എന്തിനാ? ഇങ്ങോട്ട് പടരാതിരിക്കാൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഓർത്തോണം, നമ്മുടെ കൂട്ടുകാരാരാണ് തിരിച്ചറിഞ്ഞോണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാരുടെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. അതിന് കൂട്ടു നിൽക്കരുത്. കൂട്ടാണ്, പക്ഷെ പാപത്തിന് കൂട്ടുകൂടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇന്ന് 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ കഞ്ചാവ് അടിക്കുന്നുണ്ട്. സ്തോത്രം കേട്ടോ. 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ കഞ്ചാവ് അടിക്കുന്നുണ്ട്. കളിസ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ, മാതാപിതാക്കൾ നിന്ന് അല്പം അകലുമ്പോൾ അവിടെ പലതും വിതരണം ചെയ്യുന്നുണ്ട്. മൊബൈൽ വഴി പല ഫോട്ടോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേലേക്ക് വരരുത്. സ്തോത്രം. അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അങ്ങനെ തെറ്റ് കണ്ട നീ എന്ത് ചെയ്യണം? ശാസിക്കണം എന്ന് പറഞ്ഞാൽ പ്രകാശമായി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ അവിടെ പ്രകാശമായി നിൽക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ, നമ്മുടെ കട്ടിലിന്റെ കീഴെ ഒരു മൂർഖൻ പാമ്പ്. സ്തോത്രം. രാത്രിയിലാണ് അത് കയറിയിരിക്കുന്നത്. പക്ഷെ ആദ്യം ആ മൂർഖൻ പാമ്പിനെ കാണുക എന്ത് ചെയ്യണം? ഒരു ടോർച്ച് അടിക്കണം. പ്രൈസ് ദി ലോർഡ്. ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി തീരുമാനിക്കേണ്ടത് കൊല്ലണോ പിടിക്കണോ എന്നൊക്കെ. പ്രൈസ് ദി ലോർഡ്. ആദ്യം നീ ചെയ്യേണ്ടത് എന്താ? പാപത്തിന്റെ മുൻപിൽ നീ പ്രകാശിക്കണം. ഇത് ശാസിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ ഏറ്റവും വലിയ പവറാണത്. പ്രൈസ് ദി ലോർഡ്. അതിനെ തിരിച്ചറിയിക്കുക. അത് ഗുണമാണോ ദോഷമാണോ? പ്രകാശം അടിച്ചു കഴിയുമ്പോൾ പറയും, അയ്യോ അത് ചേരയാകട്ടോ, പൊക്കോട്ട്. പറഞ്ഞിട്ടില്ലേ? വിട്ടിട്ടില്ലേ? ഒത്തിരി ചേര വിട്ടിട്ടില്ല. അങ്ങനെ ഞാൻ വിട്ടിട്ടുണ്ട്. പേടിക്കണ്ട, ആമേ, അത് ചേരയാ, പൊക്കോട്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നീർക്കോലിയ, പൊക്കോട്ട്. പ്രൈസ് ദി ലോർഡ്. വിഷമില്ലാത്തതാ. ഇതെങ്ങനെയാ മനസ്സിലായത്? പ്രകാശം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ നീ അവനെ എന്ത് ചെയ്യണം? താല്പര്യമായി ശാസിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇച്ചിരി പ്രയാസമായിരിക്കും, പക്ഷെ നാളെ പറയും, എന്നെ ബലപ്പെടുത്തിയത് എൻ്റെ കൂട്ടുകാരനാന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂട്ടുകാരിയാ എന്നെ ബലപ്പെടുത്തിയത്. അവൻ എന്നെ ഉപദേശിക്കുമായിരുന്നു, അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അവൻ എന്നെ ഗുണഘോഷിക്കുമായിരുന്നു. അവൻ സാധാരണക്കാരനല്ല. അവനിൽ ഒരു വെളിച്ചമുണ്ട്. അവനിൽ ഒരു വെളിച്ചമുണ്ട്. സ്തോത്രം. വെളിച്ചത്തെ കുറിച്ച് ഒത്തിരി പേര് സാക്ഷ്യം പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലേ, നടന്നു വരുമ്പോൾ നമ്മുടെ സ്ട്രീറ്റ് വഴിയിൽ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കത്തുന്നു. അതുകൊണ്ട് സുഖമായിട്ട് പോരാം, ഒരു പേടിയില്ല. ഉണ്ടോ? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം. അതേസമയം ലൈറ്റുണ്ട്, എല്ലാം പോയി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം കണ്ടോ? കൂരിരുട്ടായിരുന്നു. അങ്ങനെയെങ്കിൽ വെളിച്ചത്തെക്കുറിച്ച് കൂട്ടുകാരുടെ ഇടയിൽ നല്ല സാക്ഷ്യം ഉണ്ടാകണം. ആമേ. അധ്യാപകരുടെ മുമ്പിൽ നല്ല സാക്ഷ്യം ഉണ്ടാകണം. പോലീസുകാരുടെ മുമ്പിൽ നല്ല സാക്ഷ്യം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അടുത്ത വാക്യം, പ്രതികാരം ചെയ്യരുത്. വെളിച്ചം. ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. സത്യം പറയുക. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ഇരുളും വെളിച്ചവും തമ്മിൽ വേർപിരിക്കുക. അടുത്തത്, നിന്റെ ജനത്തിന്റെ മക്കളോട് പക വയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിന്റെ ജനത്തിന്റെ മക്കളോട് ഒരിക്കലും എന്ത് ചെയ്യരുത്? ആനപ്പക, പട്ടിപ്പക, പാമ്പിൻ പക, ഇതൊക്കെയുണ്ട്. ഉണ്ട്. സ്തോത്രം. അതിലേറ്റവും ശക്തിയുള്ളതാണ് ആനപ്പക. സ്തോത്രം. ആനയൊക്കെ മനസ്സിനകത്ത് നല്ലപോലെ പകവച്ചുകൊണ്ടിരിക്കും. അതുപോലെയാണ് ചില പട്ടിയെ നീ എറിഞ്ഞിട്ട് പോയാൽ വരുന്ന വഴിക്ക് നിന്നെ എന്ത് ചെയ്യും? ഓടിച്ചിട്ട് നിന്നെ തന്നെ കടിക്കും. പ്രൈസ് ദി ലോർഡ്. ചില പാമ്പിനെ നോവിച്ച് വിട്ടാൽ അത് നിന്നെ ആക്രമിക്കും, മതിഞ്ഞിരുന്ന് കത്തും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി അനുഭവങ്ങളുള്ളത് ഇതിനൊക്കെ. സ്വത്രം. ഇതുപോലെ നിന്റെ സഹോദരങ്ങളോട്, നിന്റെ ജനത്തിനിടയിൽ എന്ത് വെക്കരുത്? പക വെച്ചുകൊണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പകയൊക്കെ കടിച്ചു പിടിച്ചിരിക്കുന്ന പല്ലുണ്ടെങ്കിൽ അത് എടുത്തു കളഞ്ഞേക്കണം. ആ പല്ല് പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. സ്വത്രം കേട്ടോ. ആ പല്ലുകളൊക്കെ എടുത്തു കളയണം. അടുത്തത്, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആമേ, വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇരുളും വെളിച്ചവും തമ്മിൽ കൂടിക്കലരരുത്. ഇതിനെ നീ വേർപിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് വെളിച്ചത്തിന്റെ ഒരു ലക്ഷ്യം. ആമേ, ഇരുളും വെളിച്ചവും തമ്മിൽ
വേർപിരിക്കുന്നവരായി മാറണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ആമേൻ. ഇരുള് പ്രകാശം ഇരുൾ അകറ്റാൻ വേണ്ടിയായിരിക്കണം. സ്തോത്രം. 9-ന്റെ 24-ാമത്തെ വാക്യമാണ്. ഓടുന്നുണ്ടെങ്കിൽ കിരീടത്തിനായിട്ട് ഓടണം. ലക്ഷ്യമില്ലാതെ ഒരു കാര്യം ചെയ്യരുത്. നീ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഇരുളും മാറാൻ പ്രകാശിക്കണം. മങ്ങി മയങ്ങി ഞാനും കത്തുന്നുണ്ടെന്ന് പറയാനല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഇരുള് അകന്നു മാറത്തക്കവണ്ണം നീ പ്രകാശിക്കണം. ഓടുന്നുണ്ടെങ്കിൽ കിരീടത്തിനായിട്ട് ഓടണം. ആ ഓട്ടം കണ്ടാൽ അറിയാം. സ്തോത്രം. അവിടെ നോക്കി ഇവിടെ നോക്കി. സ്തോത്രം. ഓടുന്ന വഴിക്ക് നിലത്ത് കിടക്കുന്ന എന്തെങ്കിലും എടുത്ത് അങ്ങനെ ഓടിയാലോ കിട്ടുവോ? അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുൻപിൽ പോയിടാ. ഭംഗമില്ലാതെ ഓടിയാൽ കിരീടം പ്രാപിക്കും. അപ്പൊ ഓടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കിരീടത്തിന് വേണ്ടി ഓടണം. ഇവിടെ ഇരിക്കുന്ന ഈ 100 പേരും കിരീടത്തിന് വേണ്ടി ഓടുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓടുന്നവരുടെ കൂട്ടത്തിൽ ഓടുന്നവരല്ല, കിരീടത്തിനായി ഓടണം. അതാണ് ഓട്ടത്തിന്റെ ലക്ഷ്യം. ആമേൻ. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഗലാത്യർ ലേഖനം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഗലാത്യർ 6:7. അപ്പം വിതയ്ക്കുന്നുണ്ടെങ്കിൽ കൊയ്യാൻ വേണ്ടി വിതയ്ക്കണം. വിതയ്ക്കുന്നുണ്ടെങ്കിൽ കൊയ്യാൻ വേണ്ടി വിതയ്ക്കണം. അങ്ങനെ വേണം വിതയ്ക്കാൻ. എല്ലാവരും വിതയ്ക്കുന്നു, ഞാനും വിതയ്ക്കുന്നു. കിട്ടുമോ കൊയ്യുന്നു അറിയത്തില്ല. വിതയ്ക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷ്യം എന്താ? കൊയ്ത്ത്. ആഘോഷമായ ഒരു കൊയ്ത്ത് ലക്ഷ്യമുണ്ട്. വിതയ്ക്കുന്നത്, ചെളിയിലേക്ക് വലിച്ചെറിയുന്നത് കൊയ്യാനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 1 തീമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. 1 തീമോഥെയോസ് 6:12. ആമേൻ. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പോരാടുന്നുണ്ടെങ്കിൽ ജയിക്കാൻ പോരാടുക. നീ ഒരു യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജയിക്കണം. ഇതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. അല്ലെങ്കിൽ ഇതിനിറങ്ങരുത്. നല്ല പോർ പൊരുതുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല ഒരു വിജയമുണ്ട്. സ്തോത്രം. അങ്ങനെ വേണം പോർ പൊരുതുവാൻ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്. അമ്മേ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉത്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മറുപടിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയുക. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്ന വചനം ഇതാണ്. അമ്മേ, വെളിച്ചത്തിൻ്റെ ലക്ഷ്യം. അമ്മേ, ഇരുളും വെളിച്ചവും തമ്മിൽ വേർപിരിക്കേണ്ടതിന് നിന്നെ ആകാശമധ്യേ നിർത്തിയിരിക്കുന്നു. എല്ലാ കണ്ണുകളും ദിവസത്തിൽ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഈ ഇരുളിങ്ങനെ അമേൻ നിന്നോട് വളരെ പോരാടുന്നുണ്ട്. അമ്മേ, നീ ഇങ്ങനെ കത്തി നിൽക്കരുത്, നീ ഇങ്ങനെ ശോഭിക്കരുത്. എന്തിനാ നീ ഒരു വേർതിരിവിന് വേണ്ടി നിൽക്കുന്നത്? എക്യുമിനിസം. അമ്മേ, നമുക്കെല്ലാം ഒന്നിച്ചു പോകാം, നമുക്കെല്ലാം ഒന്നിച്ചു പോകാം, നമുക്കെല്ലാം ഒന്നിച്ച് പാടാം, നമുക്കെല്ലാം ഒന്നിച്ച് ആടാം, നമുക്കൊന്നിച്ച് ആനന്ദിക്കാം. പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്ന ഒരു എക്യുമിനിസത്തിലേക്ക് അമ്മ ഇരുളിൻ്റെ ശക്തി കടന്നു വരുന്നുണ്ട്. എന്നാൽ അമ്മ ദൈവാത്മാവ് നിന്നെ വേർതിരിച്ചിരിക്കുന്നത്, ദൈവം തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നത് അമ്മ ഇരുളും വെളിച്ചവും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ആ ദൗത്യം വിശ്വസ്തയോടെ മുന്നേറുവാൻ ദൈവം നമ്മയെവരെയും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ഭയപ്പെട്ട് അത് ഞങ്ങളുടെ തലമുറകളെ പഠിപ്പിച്ച് കർത്താവ് വിശ്വസ്തയോടുകൂടെ നല്ലൊരു അന്ത്യം ഭരിക്കും.
വിളിക്കുവാൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ഇന്ന് പകൽ ഞങ്ങളെ ദൈവം സഹായിക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമ്മേൻ. കർത്താവ് ഈ വചനത്താൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.